ഞാൻ ഈ എഐനെ കുറിച്ച് ഒരുപാട് വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇതിനിടയിൽ ഒരു ദിവസം അച്ഛൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, എടാ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലല്ലോ, ഇതിപ്പോൾ നീ എവിടുന്നോ പകുതിക്ക് വെച്ച് പറയുന്ന പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയമാണ്, എന്തുകൊണ്ട് നമുക്ക് ഫസ്റ്റിനെ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കൂടെ, ഇവിടെ നിന്ന് ആദിമകാലം തൊട്ട് എങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തി എന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്താണ് ഇന്നത്തെ വീഡിയോ. ഇതൊരൊറ്റ വീഡിയോയിൽ പറഞ്ഞു ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് AI എന്താണെന്ന് കുറച്ച് ഡെപ്തായിട്ടും എന്തിനാണ് നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ളൊരു ആവശ്യകതയും ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ നമ്മളെങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് പുറകിലോട്ട് പോയി നോക്കാം. എന്തിനായി കണ്ടുപിടുത്തങ്ങളെല്ലാം വന്നത്, എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? കുറേ വർഷങ്ങൾക്ക് മുന്നേ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഗുഹാകാലത്ത് മനുഷ്യൻ നിൽക്കുന്നത്, മനുഷ്യൻ്റെ പല ആവശ്യങ്ങൾക്കും മനുഷ്യൻ മാത്രം ശരീരബലം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവനവൻ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നു. തീ കൊണ്ടുവന്നു, കുന്തം കൊണ്ടുവന്നു, ചക്രം കൊണ്ടുവന്നു, ആയുധങ്ങൾ കൊണ്ടുവന്നു. അവിടുന്ന് തൊട്ട് തുടങ്ങി. എന്തിനാ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ജീവിതം ലഘൂകരിക്കാൻ. അങ്ങനെ വന്ന് ദേ ഇപ്പോൾ നമ്മുടെ ഈ തലമുറയിൽ നമ്മൾ അന്ന് കണ്ടതിനേക്കാളും 100,000 മടങ്ങ് മുന്നോട്ട് വന്നു കഴിഞ്ഞു. 100,000 സാധനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഇനി അങ്ങോട്ട് ഇനിയും വളരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ AIൻ്റെ പ്രസക്തി എന്താണ്? നമുക്ക് കുറച്ച് ഒരു 10 വർഷം കൂടെ പുറകിലോട്ട് പോവുക. ഇതേ ഒരു സിറ്റുവേഷൻ, സ്മാർട്ട് ഫോൺ വരുന്നു. നമ്മൾ ചിന്തിക്കും ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത അല്ല ആവശ്യകത എന്താ? നമുക്ക് കമ്പ്യൂട്ടറില്ലേ, നമുക്ക് സാധാരണ ഒരു ഫോണില്ലേ, ഫോണിൻ്റെ ആവശ്യം നമുക്ക് വിളിക്കാനല്ലേ, കമ്പ്യൂട്ടറിൽ പോയി നമുക്ക് മെയിൽ ചെക്ക് ചെയ്യുക, വീഡിയോ കാണാം, എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ എത്തി. അപ്പോൾ ആ രീതിയിൽ മാറിക്കഴിഞ്ഞു നമ്മളെ സിറ്റുവേഷൻസ്. ഈ ഒരു സിറ്റുവേഷൻ്റെ ഇടയിലേക്ക് പുതിയൊരു മച്ചാൻ വന്നിരിക്കുകയാണ് നമ്മുടെ AI വന്നപ്പം നമ്മൾ ഈ 10 വർഷം മുന്നേ നമ്മൾ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. AI അവിടെ ഉണ്ട്, നമ്മൾ സാധാരണക്കാർക്ക് അതിനെ കൊണ്ട് എന്താ കാര്യം എന്നാൽ നമുക്ക് നമ്മളെ ജീവിതശൈലിയിൽ മാറ്റം വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ 10 വർഷത്തിന് ശേഷം ഈ സ്മാർട്ട് ഫോൺ നമ്മളെ ഇപ്പോഴുള്ള കയ്യിലുള്ള പോലെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഒരു 10 വർഷം അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ AI നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിയും. നമ്മളെ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്ക്. സ്മാർട്ട് ഫോണിൽ സിമ്പിളായിട്ട് AIൻ്റെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ വരും സജഷൻ്റെ രൂപത്തിൽ. ഇതെങ്ങനെ ഇതിനറിയാൻ പറ്റിയത്? ഇന്നതാണ് അടിക്കേണ്ടിയിരുന്ന വേർഡ്, ഇന്നതാണ് നിങ്ങൾ തെറ്റിച്ചത്. അത് ഓൾറെഡി അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ വേർഡിന് സമാനമായിട്ടുള്ളതിന് ഈ ലെറ്ററാണ് അതിന് പകരം വെക്കേണ്ട ലെറ്റർ, ഇതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡായിട്ട് വരിക. ഇപ്പോൾ S എന്നുള്ളിടത്ത് A വന്നിട്ടുണ്ടെങ്കിൽ അവിടെ S കൊടുത്തു കഴിഞ്ഞാലാണ് അത് മീനിങ് ഫുൾ ആയിട്ട് വരിക. അപ്പോൾ അത് അതിനറിയാം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഹാൻഡ് റൈറ്റിങ്. നമ്മൾ എൻ്റെ അച്ഛനൊക്കെ ഇരുന്ന് എഴുതുന്നതാണ്. അതുപോലെ ഇരുന്ന് എഴുതുന്ന ചെയ്യുമ്പോൾ ഈ ഫോണിന് എങ്ങനെ മനസ്സിലാവും നമ്മൾ ആന്ന് എഴുതുന്നത് ആയാണ്? എന്ത് വേണേലും വരക്കാലോ നമുക്ക്. അത് ആന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? ഓൾറെഡി അത് ട്രെയിൻഡാണ്. നമ്മൾ ഈ മൊബൈൽ ഫോണിൽ അതിൻ്റേതായ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ലൈറ്റ് വെയിറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന്നടിക്കുമ്പോൾ മൊബൈലിൽ മനസ്സിലാവുന്നത് മലയാള അക്ഷരം ആണ്, ചുമ്മാ വരച്ച് വെക്കുന്നതല്ല. അപ്പോൾ ആ രീതിയിൽ ആന്നടിക്കുമ്പോൾ നമുക്ക് ലെറ്ററായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനിയും പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗൂഗിൾ മീറ്റും അലക്സ ഇതുപോലെയുള്ള സ്മാർട്ട് അപ്ലിക്കേഷൻസ്, അസിസ്റ്റൻസ്. ഈ സ്മാർട്ട് അസിസ്റ്റൻസിൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുന്നത്, ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ മനസ്സിലാവേണ്ടത്? അത് എന്ത് വേണമെങ്കിലും അത് ചിന്തിക്കാം. പക്ഷേ നോക്കിക്കോ, നമ്മൾ ലൈറ്റ് ഓൺ എന്ന് പറയുമ്പോൾ അത് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മളെ ഭാഷയിൽ പറയുന്നത് ഒരു പ്രോഗ്രാം ഒന്നും ഇല്ലാതെ തന്നെ അത് മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? അപ്പം ഞാനിപ്പോൾ പറയുന്നത് അലക്സ ലൈറ്റ് ഓൺ എന്ന് പറയുമ്പം അലക്സ എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്നതാണെന്നും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടെന്നും അതിൻ്റെ ഓഫ് എന്നുള്ള എടുക്കുന്ന ഓണിലേക്ക് മാറ്റണം എന്നുള്ളതും അതിനറിയാം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI കാണുന്നത് നമുക്ക് ചുറ്റും. പക്ഷേ ഈ AI നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാന്നല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു ഇത്രയും കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ChatGPT പോലെയുള്ള എന്താ പറയുക ടൂളുകൾ വന്നതിന് ശേഷം ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്കും എയോട് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം, പഠിക്കാം, അങ്ങനെയുള്ളൊരു അവസരത്തിൽ. ശരി, ഇത് നമ്മളെ ചുറ്റുമുണ്ട്, ഇതിനെ കൊണ്ട് നമുക്കെന്ന ഉപകാരം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കണ്ടു. നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ സ്മാർട്ടായിട്ടുള്ള ഒരുത്തനുണ്ട്. ആ സ്മാർട്ടായിട്ടുള്ള ഒരുത്തനെ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ കണ്ടാൽ മതി. ഇത് നമുക്കിടയിലുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ബ്രോ ആണ്.
ആ ബ്രോനോട് നമുക്ക് എന്തും ചോദിക്കാം. അതിനറിയുന്ന കാര്യങ്ങളെല്ലാം അത് തപ്പിക്കണ്ടുപിടിച്ചിട്ടായാലും പറഞ്ഞു തരും. ഇനി അറിയില്ലെങ്കിൽ അത് ഇന്ന വഴിയിലൂടെ പോകണം എന്നുള്ളത് മനസ്സിലാക്കി തരും. അപ്പോൾ നമുക്ക് തോന്നും ഈ ഗൂഗിൾ പോലെയുള്ള മറ്റേ സെർച്ച് എഞ്ചിനുകളില്ലേ, അത് ഉപയോഗിച്ചാൽ പോലെ. നമ്മൾ ഈ സെർച്ച് എഞ്ചിനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഫസ്റ്റ് ടൈം കിട്ടാറുണ്ട്. ഇനി പോട്ടെ, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ വെബ്സൈറ്റിൽ പോയാൽ ഒരു കഷ്ണം കിട്ടും, രണ്ടാമത്തെ വെബ്സൈറ്റിൽ പോയാൽ കുറച്ച് ഭാഗം കിട്ടും. ഇത് മൊത്തം ക്രോഡീകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതൊരു സൈഡ്. നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത് 50 മിനിറ്റിൻ്റെ വീഡിയോ, ഇത് മൊത്തം ഇരുന്ന് കണ്ടിട്ട് ലാസ്റ്റ് ഒരു റിസൾട്ട് ഇല്ല, നമ്മൾ വെറുതെ 50 മിനിറ്റ് കളഞ്ഞു. നമ്മൾ ചിന്തിക്കില്ല ഇത് മൊത്തം സമ്മറൈസ് ചെയ്ത് ക്രോഡീകരിച്ച് തരുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ. അതുണ്ട്. അതെങ്ങനെ വർക്കാവുന്നത്? എഐൻ്റെ സഹായത്തോടെ മൊത്തം ഇരുന്ന് സമ്മറൈസ് ചെയ്ത് നമ്മളെ കയ്യിൽ തരും. ആ രീതിയിൽ കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ് എഐ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മുന്നേ അത് ജനറൽ പബ്ലിക്കിന് അത്ര ആക്സസിബിൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ജനറൽ പബ്ലിക്കിന് അത്രത്തോളം ആക്സസിബിളായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ അത്രത്തോളം വളർന്നു, അത് നല്ലപോലെ ഇതിനെ പ്രചരിപ്പിച്ചു. ഇപ്പോൾ ഈ എഐ തന്നെ നമുക്ക് 2 രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. 2 അല്ല, അതിൽ കൂടുതലും വ്യാഖ്യാനിക്കാം. പക്ഷേ എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ 2 രീതി എടുക്കുക. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ അതിന് ടെക്നോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഭാഗം, പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ നോൺ ടെക്നോളജി, അതായത് ടെക്നോളജി ആയിട്ട് അധികം ബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്. ഇപ്പോൾ ടെക്നോളജിയെ കുറിച്ച് നന്നായി അറിയുന്നവർക്ക് ഈ മെഷീൻ ലേണിംഗ്, കോഡിങ് അങ്ങനെ ആ രീതിയിൽ അഡ്വാൻസ്മെൻ്റ് ആയിട്ട് പോകാൻ പറ്റും. മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ടൂളുകളും മറ്റേതും, ടൂൾസ് എന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ രൂപത്തിൽ, അതൊരു വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ആപ്പ് ആവാം, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്തിനും ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമുക്ക് വരാം. ഇപ്പോൾ തന്നെ നോക്കിക്കോ, ഈ എഐ എന്താ പറയുക വന്ന ഉടനെ നമ്മൾ മുൻനിരയിലേക്ക് കണ്ടുവരുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? എഐ എന്നുള്ളൊരു ഹോട്ട് ടോപ്പിക്ക് നമ്മുടെ ജനറൽ പബ്ലിക്കിനിടയിൽ വന്ന ഉടനെ തന്നെ ഇതിലോട്ട് ഇറങ്ങി വന്ന കമ്പനികൾ ഏതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഡോബ്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഇവരൊക്കെ ഇതിൽ ഇറങ്ങി വരുന്നത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വളരെ ഏർലി സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അത്രയും മുന്നേ ഉള്ളൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇത്രയും ഭീമമായ കമ്പനികൾ പോലും ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത് ഈ ഒരു മേഖലയിലോട്ട്. അപ്പോൾ അത്രയും ഏർലി സ്റ്റേജിലാണ് നമ്മളുള്ളത്. നമുക്കതൊരു അഡ്വാൻറ്റേജ്. നമ്മൾ ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ന്യൂസ് ആർട്ടിക്കിൾസ് ആയാലും വീഡിയോസിലായാലും എഐ നോർമൽ ആളുകളുടെ ജോലി റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് എഐ ജോലി റീപ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഐ ആയിട്ട് വന്ന് റീപ്ലേസ് ചെയ്യില്ല. ചില കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ റീപ്ലേസ് ചെയ്തേക്കാം. ബാക്കിയുള്ളത് എഐ വന്ന് റീപ്ലേസ് ചെയ്യില്ല. പക്ഷേ എഐ അറിയുന്നവർ വന്ന് റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിംഗ് എടുത്ത് നോക്കുക. ഫാമിംഗ് വന്ന സമയത്ത് പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്തിരുന്നവർ, അത് കലപ്പകളും മറ്റേ കന്നുകാലികളൊക്കെ ഉപയോഗിച്ച് ചെയ്തവർ, പെട്ടെന്ന് ട്രാക്ടർ വന്ന സമയത്ത് അത് വേണ്ടാന്ന് വെച്ചവർ പിന്നീട് കാലക്രമേണ അത് ആ ഒരു മേഖല ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. കാരണം ബാക്കിയുള്ള മെഷീനറീസ് ഇതിനെ ഫുള്ള് ടേക്ക് ഓവർ ചെയ്തു. ഇത് തന്നെയാണ് കമ്പ്യൂട്ടർ മേഖലയിലും സംഭവിച്ചത്. ഇനിയിപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത് എഐൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ എഐ അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ ഇത് അറിയുന്നവരെന്ത് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ എഐന് ഉപയോഗിച്ചിട്ട് ഒരു 100 മടങ്ങ് അവർ വളരും. അത് എഐൻ്റെ സഹായത്തോടെ. അങ്ങനെയുള്ള ഒരു വളർച്ച ബാക്കിയുള്ളവർക്ക് അത് ഗുണം ചെയ്യില്ല. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇനി അങ്ങോട്ട് നമ്മുടെ എഐൻ്റെ യുഗമാണ്. നമ്മൾ നാളെ ചിലപ്പോൾ ഒരു പനിച്ചിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ഡോക്ടറായിരിക്കും ചികിത്സിക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ കണ്ട് അന്തം വിടാതിരിക്കാനാണ് നമ്മളിപ്പോഴും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പം വരും വീഡിയോകളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഈ എഐനെ നമ്മൾ എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം, നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് 100 കണക്കിന് ഇൻഫർമേഷൻ വരുന്നത് എഐൻ്റെ സഹായത്തോടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, എങ്ങനെ ലഘൂകരിച്ചെടുക്കാം, ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ള ഒരു വലിയൊരു തലവേദന പിടിച്ച സാധനം അതിനെങ്ങനെ ചുരുക്കിയെടുക്കാം, ഇതൊക്കെയാണ് ഇനി വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.